നോബൽ മാരിക്കാലിലേക്ക്. നോബൽ, ഇപ്പോൾ സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ കേന്ദ്ര സർക്കാർ പറയുന്നത് PM ശ്രീയുമായി സംസ്ഥാന സർക്കാർ, കേരള സർക്കാർ മുന്നോട്ട് പോയിട്ടില്ല എന്നാണോ? എക്സാക്ട് വാചകം എന്താണ്? സ്മൃതി, ഇന്നലെ മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കിയത് PMC നടപ്പാക്കാൻ അതിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമായി എന്നാണ്. പക്ഷേ മുൻപ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ നൽകുന്ന സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നത് പ്രധാനമായും ഈ PMCയിൽ ഒപ്പുവെച്ചതിന് പിന്നാലെ സംസ്ഥാന സർക്കാർ, അതായത് LDF സർക്കാർ ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോയി എന്നാണ്. ഭിന്നശേഷി അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുമ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലം എന്താണെങ്കിൽ നേരത്തെ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ഇങ്ങനെയാണ്, അതായത് ധാരണാപത്രം ഒപ്പിട്ട ശേഷം PMC നടപ്പാക്കുന്നതിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോയിരിക്കുന്നു, താല്പര്യം കാട്ടിയിട്ടില്ല എന്ന് കേന്ദ്രം പറയുന്നു. അതോടൊപ്പം തന്നെ PMCയിൽ ഒപ്പിട്ടത് 2025 ഒക്ടോബർ 23-നാണ്. ധാരണാപത്രവുമായി മുന്നോട്ട് പോകാനാകില്ല എന്ന് കേരളം അറിയിച്ചത് 2025 നവംബർ 12. ഇതിനുശേഷം അറിയിക്കാനായി, സ്കൂളുകൾ അറിയിക്കാനായി PMC പോർട്ടൽ തുറന്നു കൊടുത്തെങ്കിലും ജനുവരി 27 തുറന്നു കൊടുത്തു. പക്ഷേ എങ്കിൽ പോലും ഒരു സ്കൂളുകളുടെ പേരുകൾ പോലും ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല എന്ന് സത്യവാങ്മൂലത്തിൽ പദ്ധതി റദ്ദാക്കിയിരിക്കുന്നു സംസ്ഥാന സർക്കാർ, അല്ലെങ്കിൽ അതിൽ നിന്നും വിഡ്രോ ചെയ്തിരിക്കുന്നു എന്നൊരു വാചകമുണ്ടോ? അതിൽ മുന്നോട്ട് പോകുന്നില്ല, താല്പര്യക്കുറവ് എന്ന വാചകമല്ലേ ഉള്ളത്? തീർച്ചയായും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നില്ല, താല്പര്യക്കുറവുണ്ട്. അതോടൊപ്പം തന്നെ PMC ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പാക്കാൻ വിമുഖതയുണ്ട് കേരളത്തിന് എന്നടക്കമുള്ള കാര്യങ്ങളാണ് കേന്ദ്രം ഇതിൽ വ്യക്തമാക്കുന്നത്. PMCയിൽ ഒപ്പുവെച്ച് നിന്ന് LDF സർക്കാർ പിന്നോട്ട് പോയെന്നും കേന്ദ്രം ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. കേന്ദ്രത്തിന്റെ സത്യവാങ്മൂലത്തിൽ സംസ്ഥാന സർക്കാരിന് പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് വ്യക്തമായിരുന്നു, കേന്ദ്രത്തിനും അത് അറിയാമായിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.